ധനകാര്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുണ്ടായിരുന്ന രാജ്യമാണിത്. എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളല്ലേ? കാരണം ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിൻ്റെ മേലെ നിന്നുകൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ ഐ ഡി അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഈ പറഞ്ഞ കാവലേർപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഈ പറഞ്ഞ പിന്നെ എത്ര ഫണ്ട് പറഞ്ഞ ഇലക്ഷന് വിനിയോഗിക്കാം കേൾക്കുന്നത് ശേഷമാണ് ആരാണ് എത്ര ഫണ്ട് പിന്നെ ഉപയോഗിക്കാം, അതിന്റെ മാർജിൻ ഇത്രയാണ് എന്ന് തീരുമാനിക്കുക അദ്ദേഹമാണ്. മഹാരാഷ്ട്ര ശിവസേന ഭരിക്കുന്ന കാലത്ത് താക്കറെ ബാൻ ചെയ്തിട്ടുണ്ട് 6 വർഷത്തേക്ക്. അതാണ്. അത് മാത്രമാണോ ക്യാമറയും പിടിച്ചിട്ട് ഇവർ പറയുന്ന മുടക്കുന്ന ഒബ്സർവർമാരായിട്ട് ആൾക്കാരെ ഇറക്കിയത് ടി.എൻ. ശേഷന്. ഇദ്ദേഹം എന്ന് പറയുന്നത് ദൈവത്തിന് ശേഷം ഈ രാഷ്ട്രീയക്കാർ പേടിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ടി.എൻ. ശേഷനാണ്. അതുപോലെയുള്ള ശക്തമായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്ന രാജ്യത്ത് ഇപ്പം എന്താണ് നടക്കുന്നത്? ഇപ്പം നടക്കുന്നത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറയുന്നത് അതേപടി കേട്ട് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോയും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പറയും. 24-ാം തീയതി പിന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും പറഞ്ഞാൽ 23-ാം തീയതി പ്രഖ്യാപിക്കട്ടെ സാറേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുള്ള രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.